നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തന്നെ ഏറെ വിചിത്രമാണ്. നമ്മുടെ നാട്ടിലെ ചില പ്രാഞ്ചിയേട്ടന്മാരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും പെരുമാറാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് സ്ഥാപനം കണ്ടാലും അതിനൊക്കെ തൻ്റെ പേരിടണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ലോകമെമ്പാടും പരന്നു കിടക്കുന്ന വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ രാജ്യങ്ങളിൽ ട്രംപ് ടവറുകൾ ഇപ്പോഴുമുണ്ട്. ഇന്ത്യയിൽ പോലും ട്രംപ് ടവർ അദ്ദേഹത്തിനുണ്ട്. ഇനിയുള്ള ഗാസയിലും മറ്റുമൊക്കെ തന്നെ താൻ ട്രംപ് ടവർ സ്ഥാപിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം പലപ്പോഴും പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ട്. ഇനി ഗാസ ഉൾപ്പെടെ രാജ്യങ്ങളിലും താൻ ട്രംപ് ടവർ സ്ഥാപിക്കാൻ പോകുന്ന അദ്ദേഹം പലവണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ട്രംപ് വീണ്ടും വിവാദത്തിലാവുന്നത് അമേരിക്കയിലെ ഒരു പ്രമുഖ വിമാനത്താവളത്തിനും റെയിൽവേ സ്റ്റേഷനും തൻ്റെ പേര് നൽകണം എന്നുള്ളതാണ് ട്രംപിൻ്റെ പുതിയ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, ഈ രണ്ട് പദ്ധതികൾക്കുമുള്ള സർക്കാർ സഹായം ഇപ്പോൾ ട്രംപ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. വാഷിങ്ടണിലെ ഡുലസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൻ്റെ പേര് നൽകണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരാവശ്യം. മറ്റൊന്ന്, ന്യൂയോർക്കിലുള്ള പെൻ സ്റ്റേഷനും അതായത് റെയിൽവേ സ്റ്റേഷനും തൻ്റെ പേരിടണം. ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും തൻ്റെ പേരിട്ടില്ലെങ്കിൽ ഫണ്ട് അനുവദിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളായ ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നത്. എപ്പോഴാണോ നിങ്ങൾ എൻ്റെ പേരിടാൻ തീരുമാനമെടുക്കുന്നത് അപ്പോൾ മാത്രമേ ഇനി സർക്കാർ ഫണ്ട് അനുവദിക്കുകയുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത്. 1.6 ബില്യൺ ഡോളറാണ് ഇതേവരെ ട്രംപ് ഇതിനായി തടഞ്ഞു വച്ചിരിക്കുന്നത്. ഈ പദ്ധതികളൊക്കെ തന്നെ നിർമ്മാണം ഇപ്പോഴും പകുതി വഴിയിൽ തന്നെ നിൽക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത സ്ഥാപനം അമേരിക്കൻ സർക്കാരിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തൻ്റെ പേരിട്ടില്ലെങ്കിൽ വിമാനത്താവളത്തിനും റെയിൽവേ സ്റ്റേഷനും പണം അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇത് വളരെ അപമാനകരമായൊരു കാര്യമാണ് എന്നാണ് അവർ പലരും പറയുന്നത്. മാത്രമല്ല, അമേരിക്കയിൽ തന്നെ ഇപ്പോൾ അമേരിക്കയിലുള്ള പ്രശസ്തമായ കെന്നഡി സെൻറ്ററിനെ, വലിയ സാംസ്കാരിക കേന്ദ്രമായ കെന്നഡി സെൻറ്ററിനെ അതിൻ്റെ പേര് മാറ്റണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചത് മാത്രമല്ല, അതിൻ്റെ പേര് കെന്നഡി ട്രംപ് സെൻറ്റർ എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ആളുകൾ ഒരു പരിധിവരെ പരിഹാസത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. എങ്കിലും ട്രംപിനാകട്ടെ യാതൊരു കുലുക്കവുമില്ല. തൻ്റെ സ്മാരകങ്ങൾ ലോകം മുഴുവൻ ഉയരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കൂടാതെ ട്രംപിൻ്റെ പേരിലുള്ള ട്രംപിൻ്റെ ചിത്രമുള്ള $1 കോയിനും ഇപ്പോൾ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ പ്രമുഖരായ വ്യക്തികൾ ജീവിച്ചിരിക്കുമ്പോഴൊന്നും തന്നെ അവരുടെ പേരിൽ നാണയങ്ങൾ ഇറക്കാറില്ല. അവരുടെ കാലശേഷമാണ് എപ്പോഴും നാണയങ്ങൾ പുറത്തിറക്കാറുള്ളത്. അത് ലോകമെമ്പാടുമുള്ള ഒരു രീതിയാണ്. പക്ഷേ ട്രംപ് പറയുന്നത് എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ പേരിൽ ഇപ്പോൾ കോയിൻ ഇറക്കണം, അല്ലെങ്കിൽ നാണയം പുറത്തിറക്കണം എന്നുള്ളതാണ്. ഇതിന് പിന്നാലെ പല സ്ഥാപനങ്ങൾക്കും അദ്ദേഹം താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പേരിടണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്നാണ് പലരും ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ പല സ്ഥാപനങ്ങൾക്കും ട്രംപിൻ്റെ പേര് നൽകി കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം കാണണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കാം. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ പേരുള്ള സ്മാരകങ്ങളൊക്കെ ഒന്ന് കാണണമെന്നായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ പിറന്നാൾ പ്രമാണിച്ച് സപ്തതിയോ അല്ലെങ്കിൽ ഷഷ്ടിപൂർത്തിയോ അതല്ലെങ്കിൽ 84 ദിവസമൊക്കെ ആവുന്നതോടനുബന്ധിച്ച് സ്മാരകങ്ങൾ തീർത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇത്രയും വ്യാപകമായ തോതിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഒരാൾ സ്വന്തം പേരിൽ രാജ്യം മുഴുവൻ, അതും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും അവിടുത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനൊക്കെ സ്വന്തം പേരിടണം എന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതല്ല, താൻ ഫണ്ട് അനുവദിക്കുകയില്ല എന്നുള്ള ഈ ട്രംപിൻ്റെ നിലപാട് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും ജനാധിപത്യ സംവിധാനത്തിന് ചേർന്ന കാര്യങ്ങളല്ല ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുമാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ വൈറ്റ് ഹൗസ് ആകട്ടെ ഇതിനോട് ഇനിയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഈ ആരോപണം സത്യമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും ട്രംപിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവ രീതി വെച്ച് നോക്കുമ്പോൾ അതിന് തന്നെയാണ് സാധ്യത എന്നാണ് എല്ലാവരും പറയുന്നത്. തൻ്റെ പേരിൽ എല്ലായിടത്തും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്മാരകങ്ങൾ പണിതീർത്താനുള്ള ട്രംപിൻ്റെ ഈ ഒരു അപഹാസ്യമായ നീക്കത്തിനെതിരെ ഇപ്പോൾ ലോകമെമ്പാടും തന്നെ വലിയ തോതിലുള്ള ആക്ഷേപം ഉയരുകയാണ്. ഇന്നലെയാണ് ശരിക്കും ഡെമോക്രാറ്റുകൾ ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ളത്. അടിയന്തരമായി ഇതിന് പണം അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ പറയുന്നത്. ഡെമോക്രാറ്റുകളുടെ സെനറ്റർ തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അമേരിക്കയിലെ മാധ്യമങ്ങളെ അറിയിച്ചത്.